എപ്പിസോഡ് ആരംഭിക്കുന്നത് ചിസോക്വാൻ്റെ അടുത്തേക്ക് പോകുന്ന ഡ്രൈവറെ കാണിച്ചുകൊണ്ടാണ്. അയാൾ ചിസോക്വാൻ്റെ അടുത്തേക്ക് പോയി നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിച്ചെങ്കിലും ചിസോക്വാൻ അത് നിരസിച്ച് മുന്നോട്ടേക്ക് നടക്കുന്നു. കുറച്ച് നടന്നതും ചിസോക്വാൻ കാണുന്നത് സോങ്യോനെ രണ്ടുപേർ ചേർന്ന് വാനിലേക്ക് കയറ്റുന്നതാണ്. ചിസോക്വാൻ അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവർ വാനും കൊണ്ട് പോയിരുന്നു. തറയിൽ കിടന്ന സോങ്യോൻ്റെ ഫോൺ എടുത്ത് വെച്ച് അവൻ പോലീസിനെ വിളിച്ച് ഒരു കുട്ടിയെ ഗാങ്സ്റ്റേഴ്സ് ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് വിളിച്ചു പറയുന്നു. എന്നാൽ പെട്ടെന്നാണ് അവന് സോങ്യോൻ പറഞ്ഞത് ഓർമ്മ വന്നത്. പോലീസ് ഇടപെട്ടാൽ അത് സോങ്യോന്റെ തിരിച്ചുവരവിനെ ബാധിക്കുമെന്നവൻ ഓർത്തതും പോലീസിനോടായി എൻ്റെ ഫ്രണ്ട്സ് പ്രാങ്ക് ചെയ്തതാണ് സാർ, സോറി എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ചിസോക്വാൻ തൻ്റെ ഫോൺ എടുത്ത് അച്ഛൻ്റെ നമ്പർ എടുക്കുന്നു. ഇതേ സമയം സോങ്യോനെ തട്ടിക്കൊണ്ടുവന്നത് ദങ്സു ആണെന്ന് കണ്ട സോങ്യോൻ അവൻ്റെ അടുത്തേക്ക് പോകാനായി നിന്നതും ബാക്കിയുള്ളവർ അവനെ തടയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ദങ്സുവിനെ നോക്കി സാർ, ഈ പയ്യനാണ് അന്ന് ഞങ്ങളോട് താനാണ് കിംദുപ്പാൽ എന്ന രീതിയിൽ പെരുമാറിയത് എന്നവർ പറഞ്ഞതും ദങ്സു അവൻ്റെ നെയിം കാർഡ് നോക്കി നീയല്ലേ ആ പയ്യൻ, ബോസിൻ്റെ മരണത്തിന് കാരണക്കാരനായവൻ എന്ന് ദങ്സു ചോദിച്ചതും സോങ്യോൻ അത് ശ്രദ്ധിക്കാതെ അവരോടായി ലീ പറഞ്ഞത് പ്രകാരമല്ലേ നിങ്ങൾ എൻ്റെ അമ്മയെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്, ചിൽസങ് ബോസ് എന്നു മുതലാണ് നിങ്ങളുടെ ശത്രുവായത് എന്ന് സോങ്യോൻ ചോദിച്ചത് കേട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഒരുത്തൻ സോങ്യോനെ അടിക്കാനായി പോയതും അവരെയെല്ലാം സോങ്യോൻ അടിച്ചു വീഴ്ത്തുന്നു. ജങ്ങിനെ മലർത്തി അടിക്കാൻ നോക്കിയ സോങ്യോന് അയാളുടെ വെയിറ്റ് കാരണം അതിന് കഴിയുന്നില്ല. എന്നാൽ അയാൾ സോങ്യോനെ എടുത്ത് തറയിലേക്ക് എറിയുന്നു. ആ വീഴ്ചയിൽ അവൻ്റെ ബോധവും പോകുന്നു. ഇതേ സമയം ജീമിൻ്റെ ഫ്രണ്ട്സ് അവൻ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഗാങ്സ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നിന്നതും അവൻ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെടുന്നു. ഈ സമയം ചിസോക്വാൻ സോങ്യോനെ പറ്റി ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ജീമിൻ അതുവഴി ഓടി വന്നത്. ജീമിൻ ചിസോക്വാനെ കണ്ടതും അവൻ ചിസോക്വാൻ്റെ കൈ പിടിച്ച് അവനെയും കൂട്ടി ഓടുന്നു. ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്ന് അവൻ പുറത്തേക്ക് നോക്കി. ഫ്രണ്ട്സ് പോയെന്ന് ഉറപ്പ് വരുത്തി അവർ പുറത്തേക്ക് വന്നതും ചിസോക്വാനോടായി ജീമിൻ ഗാങ്സ്റ്റേഴ്സ് വീണ്ടും സോങ്യോന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതും അത് കേട്ട് ചിസോക്വാൻ സോങ്യോനെ അവർ നേരത്തെ തട്ടിക്കൊണ്ടുപോയി എന്ന് ജീമിനോട് പറയുന്നു. ആണോ എങ്കിൽ സോങ്യോനെ അവർ അവരുടെ താവളത്തിലേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. എൻ്റെ ഫ്രണ്ട്സിനോട് എന്നെ അവിടേക്ക് എത്തിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിനക്ക് ആ സ്ഥലം എവിടെയാണെന്ന് അറിയാമോ എന്ന് ചിസോക്വാൻ ചോദിച്ചതും അവൻ തനിക്കറിയുന്ന പോലെ ആ സ്ഥലം അവന് പറഞ്ഞു കൊടുക്കുന്നു. ചിസോക്വാൻ ജീമിനോടായി നീ അവിടേക്ക് പോയി സോങ്യോനെ സഹായിക്കുമോ എന്ന് ചോദിച്ചതും ഞാൻ എന്ത് ചെയ്യാനാ, അവരെല്ലാം ഗാങ്സ്റ്റേഴ്സാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിനക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് അവിടേക്ക് പോയിക്കോ എന്നവൻ പറഞ്ഞതും അത് കേട്ട് ചിസോക്വാൻ ജീമിനോടായി നീ വെറും വേസ്റ്റ് ആണെന്ന് ജീമിനെ നോക്കി ചിസോക്വാൻ പറഞ്ഞതും ജീമിൻ അവനോട് ശരി, നീ സോങ്യോനെ അവർ കൊണ്ടുപോകുന്നത് കണ്ടതല്ലേ, എന്നിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ, നിനക്ക് നിൻ്റെ അച്ഛനെ വിളിക്കാമായിരുന്നല്ലോ, എന്നിട്ടെന്താ നീ അത് ചെയ്യാതിരുന്നത് എന്നവൻ ചോദിച്ചതും ഞാൻ അവിടേക്ക് പോകും, അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് ചിസോക്വാൻ അവിടെ നിന്ന് പോകുന്നു. ബോധം തെളിഞ്ഞ് സോങ്യോൻ എഴുന്നേറ്റതും ദങ്സു അവനോടായി നീ എങ്ങനെയാ ഇങ്ങനെ നന്നായി ഫൈറ്റ് ചെയ്യാൻ പഠിച്ചത്, നിന്നെ ആരാ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചതും എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ ചെറുതിലെ തന്നെ നന്നായി ഫൈറ്റ് ചെയ്യുന്ന ആളായിരുന്നു എന്ന് സോങ്യോൻ അവനോട് പറയുന്നു. നിങ്ങൾ എന്താണ് എൻ്റെ അമ്മയെ ചെയ്യാൻ പോകുന്നത്, നീ ഒരു ഗാങ്സ്റ്റർ ആണെന്ന് പറയാൻ നിനക്ക് നാണമില്ലേ എന്നവൻ ചോദിച്ചതും ദങ്സു ദേഷ്യത്തിൽ അവൻ്റെ ഷർട്ടിന് പിടിക്കുന്നു. സോങ്യോൻ അവനെ വിടാൻ ഭാവമില്ല എന്ന രീതിയിൽ ദങ്സുവിനോട് കിംദുപ്പാൽ മരിച്ച ശേഷം നീ കരുതി അടുത്തത് നിന്റെ ചാൻസ് ആണെന്ന്, അതിനുവേണ്ടി നീ ചിൽസങ് ബോസിനെ പുറത്താക്കി, എന്താ അതല്ലേ സത്യം എന്നവൻ പറഞ്ഞതും ദങ്സു സോങ്യോനെ തള്ളിമാറ്റി അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ചിസോക്വാനെയും കാത്ത് അവൻ്റെ അച്ഛൻ സ്റ്റഡി റൂമിന് മുന്നിൽ നിൽക്കുന്നു. അവൻ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയതും അയാൾ അവിടെ നിന്ന് പോകുന്നു. സോങ്യോൻ ചോദിച്ചതിനുള്ള മറുപടിയായി ദങ്സു അവനോട് നിനക്ക് ബോസിനെ പറ്റി എല്ലാം അറിയാം, ഞങ്ങളെയും അറിയാം, പക്ഷേ നീ എന്താ അന്ന് ഫ്യൂണറൽ ചടങ്ങിന് അങ്ങനെ പെരുമാറിയത്, കിംദുപ്പാൽ ബോസ് എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. അവൻ അങ്ങനെ പറഞ്ഞതും സോങ്യോൻ അവനോടായി എങ്കിൽ പറ, എവിടെയാണ് ചിൽസങ് ബോസ്, നിങ്ങൾ ബോസിനെ പുറത്താക്കിയോ അതോ കൊന്നോ, അവൻ അങ്ങനെ ചോദിച്ചതും ദങ്സു ദേഷ്യത്തോടെ എഴുന്നേറ്റ് അദ്ദേഹം മരിച്ചിട്ടില്ല, കിംദുപ്പാൽ മരിച്ച ശേഷം മറ്റു ഗ്യാങ്ങുകൾ ചേർന്ന് ചിൽസങ് ഗ്യാങ്ങിനെ ആക്രമിച്ചു, അന്ന് ചിൽസങ് ബോസിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയതിനാൽ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹമില്ലാതെ ഗ്യാങ്ങിൻ്റെ പേര് ചിൽസങ് ഗ്യാങ് എന്ന് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ദങ്സു ഗ്യാങ് എന്നാക്കിയത്. ഇതേ സമയം ജോങ് ദങ്സുവിനെ വിളിച്ച് സോങ്യോന്റെ വീട്ടിലെ സെക്യൂരിറ്റിയെ പറ്റി പറഞ്ഞതും അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് കാണാതെ നിങ്ങൾ അവിടെ മറഞ്ഞു നിൽക്കൂ എന്ന് അവൻ അവരോട് പറയുന്നു. ഫോൺ കട്ട് ചെയ്ത് അവൻ സോങ്യോനെ നോക്കിയത് മുമ്പ് ലീയുമായി നടന്ന ഒരു സംഭാഷണത്തെപ്പറ്റി അവൻ ഓർക്കുന്നു. സോങ്യോന്റെ അമ്മയെ മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കിയതിനു ശേഷം സോങ്യോനെ വിദേശ പഠനം എന്ന പേരിൽ നാട് കടത്താനായിരുന്നു അവരുടെ ഉദ്ദേശം. ചിസോക്വാൻ ഈ സമയം സോങ്യോനെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവൻ്റെ പിറകെ തന്നെ അവൻ്റെ അച്ഛനും അവിടെ എത്തുന്നു. അവൻ മനഃപൂർവ്വം അച്ഛനെ അവിടേക്ക് വരുത്തിച്ചതാണ്. കാരണം അവനറിയാം അച്ഛൻ തന്നെ ട്രാക്ക് ചെയ്ത് ഇവിടേക്ക് വരുമെന്ന്. അതുവഴി പോലീസിനെ അറിയിക്കാതെ സോങ്യോനെ രക്ഷിക്കുകയും ചെയ്യാം.
അച്ഛൻ അവനെയും കൂട്ടി അവിടെ നിന്ന് പോകാൻ നിന്നതും അവൻ പോകാൻ തയ്യാറാകാതെ സോങ്യോനെ രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. സോങ്യോനും ദങ്സുവും സംസാരിച്ചിരിക്കെ മുമ്പ് ദങ്സുവിന് നടന്ന ഒരു സർജറിയുടെ കാര്യം സോങ്യോൻ പറയുന്നു. ആ കാര്യം ആകെ അവനും കിംദുപാലിനും ജോങ്ങിനും മാത്രം അറിയാവുന്ന കാര്യമായിരുന്നതിനാൽ തന്നെ ദങ്സു ഒന്ന് ഞെട്ടുന്നു. സോങ്യോൻ ദങ്സുവിനെ നോക്കി നീ ആരാണെന്ന് ചോദിച്ചതും നിന്റെ പോരായ്മ കൃത്യമായി അറിയുന്ന ഒരാളെന്ന് സോങ്യോൻ മറുപടി കൊടുക്കുന്നു. എനിക്ക് വേറൊന്നും വേണ്ട, ദങ്സു ഗ്യാങ് പിരിച്ചുവിടണം. എന്നിട്ട് ലീയെ നിങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കണം. ഈ ഗ്യാങ് നിങ്ങൾ പിരിച്ചുവിട്ടാൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, മറിച്ചാണെങ്കിൽ ഞാൻ തിരിച്ചും ചെയ്യും എന്നും പറഞ്ഞ് സോങ്യോൻ അവിടെ നിന്ന് പോകുന്നു. പുറത്തേക്കിറങ്ങിയ സോങ്യോനെ കണ്ട് ചിസോക്വാൻ നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവൻ മറുപടി പറയുന്നു. ചിസോക്വാൻ തൻ്റെ കയ്യിലുള്ള സോങ്യോന്റെ ഫോൺ അവന് തിരികെ കൊടുക്കുന്നു. ചിസോക്വാന്റെ അച്ഛൻ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി ദങ്സുവിനോട് സംസാരിക്കുന്നു. തിരികെ വീട്ടിലേക്ക് എത്തിയ സോങ്യോനോട് മെയ്ഡ് എന്തിനാ ഇവിടെ ഇത്രയും ഗാർഡ്സിനെ നിയമിച്ചത് എന്ന് ചോദിച്ചതും അമ്മയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണെന്ന് അവൻ മറുപടി പറയുന്നു. ദങ്സുവിന്റെ അടുത്തേക്ക് ലീ പോയി നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കാതെ സോങ്യോന്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോയവരോട് തിരികെ വരാൻ പറഞ്ഞതെന്ന് അവൾ ചോദിച്ചതും ഒരു പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് ദങ്സു പറഞ്ഞതും അപ്പോൾ നമ്മൾ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ഡീൽ നീ മറന്നോ എന്ന് ലീ തിരിച്ച് അവനോട് ചോദിക്കുന്നു. ചിൽസങ് ബോസിന് ഒരു സർജറി ആവശ്യമായി വന്നതും അതിനുള്ള പണം ദങ്സുവിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ലീ ദങ്സുവിനോട് സർജറിക്കുള്ള പണം ഞാൻ തരാം, പകരം താൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം എന്ന ഡീലിന്റെ പുറത്താണ് അന്ന് ചിൽസങ്ങിന്റെ സർജറി നടന്നത്. ദങ്സു ലീയോട് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞതും ഇതാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതും ദങ്സു ജോങ്ങിനോടായി സോങ്യോന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അവളെ സോങ്യോന്റെ മുന്നിൽ എത്തിക്കാൻ. നമ്മളെക്കുറിച്ചെല്ലാം അവൻ അറിയാം. ഇനി അവൻ ബോസിന്റെ മകനാണെങ്കിലോ? ഏയ്, അതിന് സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ബോസ് നമ്മളോട് പറയില്ലേ? അവരങ്ങനെ പരസ്പരം സോങ്യോനെ പറ്റി സംസാരിക്കുന്നു. സോങ്യോൻ ചിസോക്വാന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും അവൻ അതിന് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല അവൻ സ്റ്റഡി റൂമിലേക്കും വന്നില്ല. സ്റ്റഡി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ സോങ്യോന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് അവന്റെ കയ്യിലായ ഒരു ജ്യൂസ് കൊടുത്ത് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. സോങ്യോൻ ആണെങ്കിൽ ആ ജ്യൂസ് നോക്കി ഇതെന്താ ഇപ്പൊ കഥ എന്ന പോലെ അവിടെ നിൽക്കുന്നു. ആ സമയം അവന്റെ ഫോണിൽ ചിസോക്വാന്റെ മെസ്സേജ് വന്നതും അവൻ ചിസോക്വാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവന്റെ അടുത്തിരുന്ന് അവനോടായി നീ എന്താ ഞാൻ അയച്ച മെസ്സേജിന് റിപ്ലൈ തരാതിരുന്നത്, സ്റ്റഡി റൂമിലേക്ക് നീ വന്നില്ലല്ലോ എന്നവൻ ചോദിച്ചതും എൻ്റെ ഫോണിലേക്ക് ഇനി മെസ്സേജ് അയക്കണ്ട, എൻ്റെ ഫോൺ ഞാൻ മാറ്റി, നിന്നെ കാണരുത്, നീയുമായി ഇനി ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് സോങ്യോനോടായി ചിസോക്വാൻ പറയുന്നു. സോങ്യോൻ അതിന് മറുപടിയായി നിന്റെ അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല, ഏതൊരച്ഛനും അങ്ങനെ ചിന്തിക്കൂ എന്ന് പറഞ്ഞതും നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ പഠിക്കാൻ ഇനിയും സഹായിക്കും, എൻ്റെ കയ്യിൽ അമ്മയുടെ ഒരു ടാബുണ്ട്, അതിലൊരു സിമ്മുമുണ്ട്, നീ എന്നെ ഇതിൽ നിന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിസോക്വാൻ ആ നമ്പർ സോങ്യോന് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ നിനക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ അറിയാമോ? എനിക്കറിയില്ല, എന്നെ ആരും അത് പഠിപ്പിച്ചിട്ടില്ല എന്നവൻ പറഞ്ഞതും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് സോങ്യോൻ അവനോട് പറയുന്നു. ഞാൻ ഇതുവരെ ട്രിപ്പ് പോയിട്ടില്ല, അച്ഛൻ അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് എന്നെ വിട്ടിട്ടുമില്ല. പിന്നെ അച്ഛന് ജേഹോൻ്റെ ഫാമിലിയെ വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നോട് എപ്പോഴും അവൻ്റെ ഫ്രണ്ട് ആവാൻ പറയും. ജേഹോ ആരാണെന്ന് സോങ്യോന് മനസ്സിലാവാൻ വേണ്ടി ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞതും സോങ്യോന് മനസ്സിലാകുന്നു. പിറ്റേ ദിവസം ജേഹോന്റെ കൂടെ തന്നെ ചിസോക്വാൻ പോകുന്നു. ജേഹോന്റെ കൂടെ പോകുന്ന ചിസോക്വാനെ കണ്ട് സോങ്യോനോടായി അവൻ്റെ ഫ്രണ്ട്സ് നീയും ചിസോക്വാനും തമ്മിൽ തെറ്റിയോ, അവൻ ഇന്ന് മുഴുവൻ ജേഹോന്റെ കൂടെ ആയിരുന്നല്ലോ. എന്നാൽ അതിനുത്തരം പറയാതെ സോങ്യോൻ മുന്നോട്ട് നോക്കിയതും കാണുന്നത് ജീമിന്റെ ഫ്രണ്ട്സ് പോകുന്നതാണ്. അവൻ അവരുടെ അടുത്തേക്ക് പോയി ജീമിൻ എവിടെയെന്ന് ചോദിച്ചതും അവർ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളും അവനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ക്ലാസ്സിലേക്ക് കയറിയ സോങ്യോനെ അവൻ്റെ ഫ്രണ്ട്സ് ഇയർ ബുക്ക് ഫോട്ടോഷൂട്ടിനായി വിളിക്കുന്നു. പിറ്റേ ദിവസം സോങ്യോനും ഫ്രണ്ട്സും ചേർന്ന് ഒരു ഗെയിം കളിക്കുന്നു. എന്നാൽ ആ ഗെയിമിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ക്ലാസ്സിലെ ബുജ്ജിക്കുട്ടിയായ ചിസോക്വാന് പോലും പറയാൻ പറ്റാത്ത ഉത്തരങ്ങൾ സോങ്യോൻ പുല്ലുപോലെ പറയുന്നു. സോങ്യോന്റെ ടീം വിജയിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവരുടെ ഇയർ ബുക്ക് ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഫോട്ടോഷൂട്ടിനിടയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞ് ജീമിൻ ഒരു കൺവീനിയൻസ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് സോങ്യോൻ അറിയുന്നു. അവൻ ജീമിനെ കാണാനായി പോകുന്നു. ജീമിൻ സോങ്യോനോടായി എന്നെ എൻ്റെ ഫ്രണ്ട്സ് ചേർന്ന് ദങ്സു ഗ്യാങ്ങിന് കൈമാറാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് വരാൻ കഴിയില്ല, എന്നെ കണ്ടാൽ അവർ എന്നെ ഉറപ്പായും ദങ്സു ഗ്യാങ്ങിന് കൈമാറും. അത് കേട്ട് സോങ്യോൻ അവനോട് നീ ഇനി സ്കൂളിലേക്ക് വരാതെ നിൽക്കണ്ട, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തോളാം, നിനക്ക് എങ്ങനെ അതിന് കഴിയുമെന്ന് ജീമിൻ ചോദിച്ചതും അതൊക്കെ എനിക്ക് കഴിയുമെന്നവൻ പറയുന്നു. ആ സമയം അവനെ ചിസോക്വാൻ വിളിക്കുന്നു. അവൻ ഫോണിലൂടെ പറയുന്നത് കേട്ട് സോങ്യോൻ അവൻ നിന്നിടത്തേക്ക് ടെൻഷനോടെ പോകുന്നു. സോങ്യോൻ മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച സ്ഥലമായിരുന്നു അത്. അവൻ ചിസോക്വാന്റെ അടുത്തേക്ക് പോയി നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും ഞാൻ വീട് വിട്ടിറങ്ങി എന്നവൻ മറുപടി പറയുന്നു. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ കിടന്നോട്ടെ, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം എന്നവൻ പറഞ്ഞതും സോങ്യോൻ അവനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു.